കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 8 ചെയ്തു. അപ്പോൾ 8 പിന്നെ എന്താണ്, വിശ്വാമിത്രൻ പറഞ്ഞു എന്നെ ലക്ഷ്മണനോട് കൂടി ശ്രീരാമനെ എൻ്റെ കൂടെ അയക്കണം, ആ മാരീചനെയും സുബാഹുവിനെയൊക്കെ കൊല്ലാനായിട്ട്. പിന്നെ എന്താ അങ്ങക്ക് ശ്രേയസ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്ത്, ദശരഥന് കുറച്ചൊരു വിഷമായി. അപ്പോൾ വേഗം വസിഷ്ഠനോടൊന്ന് ആലോചിക്കട്ടെ വിചാരിച്ചിട്ട് വസിഷ്ഠനോട് പിന്നെ എന്താണ് സ്വകാര്യമായിട്ട് വസിഷ്ഠനോട് ഈ കാര്യം ചോദിച്ചു. അപ്പം ഇനി 9, 10, 11 ഒന്നിച്ചാണ് വായിക്കാം നമുക്ക്. കിം കരോമി ഗുരോ രാമം ത്യക്തും നോത്സഹതേ മന ബഹുവർഷസഹസ്രാന്തേ കഷ്ടേനോൽപാദിതാ സുതാഃ ചത്വരോമരതുല്യാസ്തേ തേഷാം രാമോദിവല്ലഭഃ രാമസ്ത്വിതോ ഗച്ഛതി ചേന്ന ജീവാമി കഥഞ്ചന പ്രത്യാഖ്യാതോ യദി മുനി ശാപം ദാസ്യത്യസംശയ കഥം ശ്രേയോ ഭവേന്മഹ്യമസത്യം ചാപി ന സ്പൃശേൽ. ദശരഥൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. അതാണ് പറയണ. പാവം വളരെ അറ്റാച്ച്മെൻ്റാണ്. അതാണ് നമുക്കിതിന്ന് മനസ്സിലാക്കാവുന്നത്. ഇത്രയൊക്കെ അറ്റാച്ച്മെൻ്റ് ഉണ്ടായാൽ ദുഃഖമാണ്, ഫലം തന്നെയാണ് മനസ്സിലാക്കേണ്ടതല്ലേ. അത്ര ഒരു സഹിച്ചൂടായ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇത്ര കാലം കഴിഞ്ഞ് മോഹിച്ചുണ്ടായ കുട്ടികളാണല്ലോ. അപ്പോൾ എന്തൊന്നില്ലാത്തൊരു കൗതുകവും സ്നേഹവും ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് കാരണമാണ് ധർമ്മസങ്കടം പറയണത്. കേട്ടോളൂ കേട്ടോ. ഗുരോ, ഹേ ഗുരോ കിം കരോമി, ഈശ്വര ഞാൻ എന്താ ചെയ്യുക ഗുരുവിനോട് ചെറിയ വസിഷ്ഠനോട്. രാമം ത്യക്തും, രാമനെ ത്യജിക്കുക പറഞ്ഞു വെച്ചാൽ രാമനെ ഇപ്പം അടുത്തുനിന്ന് പോകണമല്ലോ. രാമനെ അകറ്റുന്നതെന്നേ അർത്ഥമുള്ളൂ ത്യക്തും എന്നുള്ളതിന്. മനഃ എന്നാ, എനിക്ക് അത് ആലോചിക്കാൻ തന്നെ വയ്യാന്ന്. മനഃ എന്നാ പറഞ്ഞാൽ എനിക്കതിനെ ഒട്ടും വയ്യ, മനസ്സത് സമ്മതിക്കില്ല. ബഹുവർഷ സഹസ്രാന്തേ, എത്രയോ 1000 കൊല്ലത്തിന് ശേഷമാണ്, കഷ്ടേന വളരെ പ്രയാസപ്പെട്ടിട്ടാണ്, സുതാഹ ഈ 4 മക്കളെനിക്ക് ഉത്പാദിത ഉണ്ടായത് അല്ലേ, ജനിച്ചത്. തേ അമരതുല്യാഹ, അവരാണെങ്കിലോ ദേവന്മാരുടെ തുല്യം, ദേവതുല്യന്മാരായിട്ടുള്ള 4 മക്കളെ അനവധി കാലം വെയിറ്റ് ചെയ്തിട്ട് പിന്നെയാണ് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ലഭിച്ചത് അല്ലേ. അതൊക്കെ പുത്രകാമേഷ്ടിയൊക്കെ ചെയ്തിട്ടാണല്ലോ. തേഷാം, അതിൽ തന്നെ രാമ അതിവല്ലഭ, ഇനി അവർ 4 ആളിലോ രാമനാണ് അതിലെ ഏറ്റവും ശ്രേഷ്ഠൻ, അതിപ്രിയൻ ആണ്. രാമഹത്തു ഇതാ ഗച്ഛതി ചേത്, രാമനാകട്ടെ പോയിച്ചാലേ കഥം ജന ന ജീവാമി, എനിക്ക് ജീവിച്ചിരിക്കാൻ തന്നെ പറ്റും തോന്നുന്നില്ല രാമനെ പിരിഞ്ഞിട്ടെന്ന്. രാമൻ ഇപ്പോൾ പോവുകയാണ് വിശ്വാമിത്രൻ്റെ കൂടെ വെച്ചാൽ രാമൻ ഇല്ലാണ്ട് കുറച്ച് ദിവസം വേണമല്ലോ. എനിക്കതന്നെ പറ്റുന്നു തോന്നുന്നില്ല. പ്രത്യാഖ്യാത യതി, എന്നാൽ അത് വയ്യാന്ന് പറയുകയാണെങ്കിലോ, പ്രത്യാഖ്യാതം ചെന്താ അതിന് എതിര് പറയാം. അത് എതിര് പറഞ്ഞാലോ, അല്ലെങ്കിൽ അയക്കില്ല രാമനെന്ന് പറഞ്ഞാലോ, മുനിഹി ശാപം ദാസ്യതി ന സംശയ, മുനി ശപിക്കോ ഇല്ലെന്ന് സംശയമില്ല. വിശ്വാമിത്രനെ അറിയണോടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ദശരഥന് മാത്രമല്ല. കഥ മഹ്യം, എനിക്ക് കഥം ശ്രേയ ഭവേത്, എന്താ ഇപ്പോൾ ശ്രേയസ്കരം എന്ന് എനിക്കറിയില്ല. അസത്യം ച അഭി ന സ്പൃശേത്, ഞാനാണെച്ചാൽ എന്ത് വേണമെങ്കിൽ തരാം, അങ്ങേക്ക് ആവശ്യമുള്ള സത്യവും ചെയ്തു. എന്താണ് ചോദിക്കാൻ പോകണമെന്ന് അറിയണതിൻ്റെ മുമ്പേ ഞാൻ പ്രതിജ്ഞ ചെയ്തു എന്ത് വേണമെങ്കിലും തരാമെന്ന്. അപ്പം എനിക്ക് ഇനി ആ സത്യത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കാനും വയ്യ. ആലോചിച്ച് നോക്കിയാലേ, നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദശരഥനെ പോലുള്ളൊരു ചക്രവർത്തിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കണ ഒരു ഭയം ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ എത്ര ശൗര്യവും വീര്യവും തികഞ്ഞ ഒരു വലിയ ചക്രവർത്തിയാണ് ദശരഥൻ.
പറഞ്ഞില്ലേ, 10 ദിക്കിലേക്കും ഒപ്പം ഇന്ന് യുദ്ധം ചെയ്യാനുള്ള കഴിവും ഒരു ക്ഷത്രിയനല്ലേ, എത്ര ധൈര്യവും വീര്യവും ഒക്കെ ഉണ്ട്. അങ്ങനൊരു രാജാവ് ഈ മകനോടുള്ള അതിസ്നേഹം കൊണ്ട് വെറും ഭീരുവായി. ആ വാക്കുകളല്ലേ അത്ഭുതം. ഞാൻ ധർമ്മസങ്കടത്തിൽ പെട്ടുല്ലോ. വസിഷ്ഠ ഗുരുവിനോട് പറയാണ്, ഹേ ഗുരു, ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. കാരണം എനിക്ക് രാമനെ പിരിഞ്ഞ് ഇരിക്കാൻ പറ്റുന്നെന്നെ തോന്നണില്ല. ഞാൻ മരിക്കുണ്ടാവും. കാരണം അത്ര ആഗ്രഹിച്ച് കിട്ടിയിട്ടുള്ള 4 ദേവതുല്യന്മാരായ പുത്രന്മാരാണ്. ആ ദേവതുല്യന്മാരായ പുത്രന്മാരിൽ തന്നെ ഏറ്റവും എനിക്ക് പ്രിയമുള്ളത് രാമനാണ്. ആ രാമനെ പിരിഞ്ഞ് എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണമല്ലോ കുറച്ച് നേരം. അതെനിക്ക് പറ്റില്ല തോന്നുക. എന്നാൽ ഒരു കാര്യമുണ്ട്, ഞാൻ മരിച്ചു തന്നെ വരാം ആ ദുഃഖം കൊണ്ട്. എന്നാലേ എനിക്ക് മുനിയോട് വിശ്വാമിത്രനോട് തരില്ല എന്ന് പറയാനും വയ്യ. കാരണം ഞാൻ എന്ത് വേണമെങ്കിൽ തരാമെന്ന് ആദ്യം പ്രതിജ്ഞയും ചെയ്തു. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ശപിക്കും. ഈ വംശം തന്നെ, ഈ സൂര്യവംശത്തിന് പിന്നെ ശപിച്ച് ഇല്ലാതെയാക്കാനുള്ള തപശക്തിയുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് എന്താ വേണ്ടെന്ന് അറിയില്ല. എനിക്ക് ശ്രേയസ്കരായിട്ടുള്ളത് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ശരിക്കും പറയാച്ചാൽ ഇതി കർത്തവ്യത മൂഢനായി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഒരു ദശരഥനെ പോലുള്ള ഒരു ഉത്കൃഷ്ടനായിട്ടുള്ളൊരു മഹാരാജാവിൻ്റെ ഒരു സ്ഥിതിയാണ്. എന്തുകൊണ്ടത്? എന്തൊന്നില്ലാത്ത ആസക്തി, അറ്റാച്ച്മെൻറ്റ്. അതാണ് നമുക്കിതിന്ന് ഒരു കാര്യം നമുക്ക് നോക്കേണ്ടത്. അപ്പം നീ 9, 10, 11 കിം കരോമി ഗുരോ രാമം ത്യക്തും നോത്സഹതേ മന ബഹുവർഷസഹസ്രാന്തേ കഷ്ടേനോൽപാദിതാ സുതാ ചത്വരോമരതുല്യാസ്തേ തേഷാം രാമോദി വല്ലഭ രാമസ്ത്വിതോ ഗച്ഛതി ചേന്ന ജീവാമി കഥഞ്ചന പ്രത്യാഖ്യാതോ യതി മുനി ശാപം ദാസ്യത്യസംശയഃ കഥം ശ്രേയോ ഭവേന്മഹ്യമസത്യം ചാപി ന സ്പൃശേത്. 12 വസിഷ്ഠ ഉവാച. അപ്പോൾ വസിഷ്ഠൻ പറയണം, ശൃണുരാജൻ ദേവഗുഹ്യം ഗോപനീയം പ്രയത്നത രാമോ നമാനുഷോ ജാത പരമാത്മാ സനാതന. അപ്പോൾ ഒരു രഹസ്യം പറയാണ്. ആര്? വസിഷ്ഠൻ ദശരഥനോട്. രാജൻ, ഹേ രാജാവേ, ദശരഥ മഹാരാജാവേ, ദേവഗുഹ്യം, ദേവന്മാരുടെ രഹസ്യത്തെ ശൃണു, കേട്ടാലും രഹസ്യമാണത്. പക്ഷെ ശരിക്കും കൗസല്യയ്ക്ക് മനസ്സിലായിരുന്നു. ഇനി മറന്നോന്ന് എനിക്കറിയില്ല, മായ കാരണം. പക്ഷെ ആദ്യം വിഷ്ണുരൂപം കാണിച്ചു കൊടുത്തുല്ലോ, ദശരഥൻ കണ്ടിട്ടില്ല. അപ്പോൾ ഹേ രാജാവേ, ദേവഗുഹ്യം, ദേവന്മാർക്ക് മാത്രം അറിയുന്ന ഈ രഹസ്യത്തെ ശൃണു, അങ്ങ് കേൾക്കൂ, കേട്ടാലും പ്രയത്നത, പ്രയാസപ്പെട്ടും ഗോപനീയം, അതായത് ആരോടും പറയരുത്, അത്ര ഗോപ്യാണ്. രാമ മാനുഷാന്നഹ, ഞാൻ ഒരു രഹസ്യം പറയട്ടെ. ശ്രീരാമൻ മനുഷ്യനല്ല, സനാതന പരമാത്മാ, ആ എന്നും നിത്യശുദ്ധ ബുദ്ധ സ്വരൂപനായിട്ടുള്ള പരമാത്മാവ് തന്നെയാണ്. ജാത, അങ്ങയുടെ മകനായി ജനിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് വിഷമിക്കണ്ട. ഈ രാമൻ എന്ന് പറയണത് അങ്ങയുടെ ഒരു മകൻ മനുഷ്യനായി ജനിച്ചു എന്ന് വിചാരിച്ചിട്ട് ശ്രീരാമൻ ഒരു മനുഷ്യ കുട്ടിയൊന്നുമല്ല. ശരിക്കും ആ ശുദ്ധ സത്വബുദ്ധ സ്വരൂപിയായിട്ടുള്ള പരമാത്മാവ് തന്നെയാണ് ഈ രാമൻ. ഇത് ദേവന്മാർക്ക് മാത്രമേ അറിയൂ. ദേവന്മാർ ഭൂമിഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിനോട് പോയി പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മാവ് അവരെയും കൂട്ടി ഭഗവാന്റെ അവിടെ പോയപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞതാണ് ദേവന്മാരോടും ബ്രഹ്മാവിനോടും, ഞാൻ ദശരഥൻ്റെ പുത്രനായിട്ട് കൗസല്യയുടെയും പുത്രനായിട്ട് ജനിക്കാം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ദേവന്മാർക്ക് മാത്രം അറിയാവുന്ന, ബ്രഹ്മദേവനടക്കം എല്ലാ ദേവന്മാർക്കും അറിയാവുന്ന ഒരു രഹസ്യമാണ് അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. വസിഷ്ഠ മഹർഷിക്കൊക്കെ ഇതുണ്ടല്ലോ, ജ്ഞാനചക്ഷുസ് അല്ലേ, അവർക്കൊക്കെ ജ്ഞാനചക്ഷുസ് കൊണ്ട് അറിയാമല്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ദേവരഹസ്യം ഞാൻ അങ്ങോട്ട് പറയുകയാണ്. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. അങ്ങയുടെ മകൻ രാമൻ മനുഷ്യനേ അല്ല, ആ പരമാത്മാവ് തന്നെ സത്വഗുണം സ്വീകരിച്ച് ഒരു മാനുഷ വേഷം എടുത്തുന്നേ ഉള്ളൂ, ഒരു പ്രത്യേക ആവശ്യത്തിന്. വിഷമിക്കേണ്ടെന്ന് പറയാണ്.
സച്ചിദാനന്ദ സ്വരൂപൻ തന്നെയായിട്ടുള്ള പരമാത്മാവാണ് സ്വന്തം നിശ്ചയപ്രകാരം മനുഷ്യാകൃതി ധരിച്ച് അങ്ങയുടെ പുത്രനായിട്ട് ജനിച്ചിരിക്കണമെന്ന് പറഞ്ഞു. ശൃണുരാജൻ ദേവഗുഹ്യം ഗോപനീയം പ്രയത്നത രാമോ നമാനുഷോ ജാത പരമാത്മാ സനാതന. ഇനി 13. ഭൂമേർഭാരാവതാരായ ബ്രഹ്മണ പ്രാർത്ഥിത പുരാ സ ഏവ ജാതോ ഭവനേ കൗസല്യായം തവാനഘ. ഭൂമി ഭാരാവതാരായ, ഭൂമിയുടെ ഭാരം തീർപ്പാനായിക്കൊണ്ട് പുരാ ബ്രഹ്മണ പ്രാർത്ഥിത, ബ്രഹ്മാവ് പ്രാർത്ഥിച്ചപ്പോൾ സയേവ ഭഗവാൻ തന്നെ അനഘാഹേ പരിശുദ്ധനായിട്ടുള്ള രാജാവേ തവ ഭവനെ അങ്ങയുടെ ഭവനത്തിൽ കൗസല്യായാം ജാതഃ കൗസല്യ ജാതനായിരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന അനുസരിച്ചാണ് ഭഗവാൻ ഇപ്പോൾ അങ്ങയുടെയും കൗസല്യയുടെയും മകനായി ഇപ്പോൾ ജനിച്ചിരിക്കുന്ന പടെ ഭഗവാൻ തന്നെയാണത്. ഭൂമേർഭാരാവതാരായ ബ്രഹ്മണ പ്രാർത്ഥിത പുരാ സ ഏവ ജാതോ ഭവനേ കൗസല്യായം തവാനഘ. ഇനി 14. ത്വം തു പ്രജാപതി പൂർവം കശ്യപോ ബ്രഹ്മണ സുത കൗസല്യാചാതിഥിർദേവമാതാ പൂർവം യശസ്വിനി. എന്താ വെച്ചിട്ടുണ്ടോ, അത് പറയണ അങ്ങ് കഴിഞ്ഞ ജന്മം ആരായിരുന്നു? കശ്യപനായിരുന്നു. അപ്പോൾ അതിഥിയായിരുന്നു കൗസല്യ. അങ്ങനെ നിങ്ങളെ കഴിഞ്ഞ ജന്മം പ്രാർത്ഥിച്ചതനുസരിച്ചിട്ടാണെന്ന് പറയുകയാണ്. ത്വം തു അങ്ങ് പൂർവജന്മത്തിൽ ബ്രഹ്മണാസുത കശ്യപ ബ്രഹ്മാവിൻ്റെ മകനായിട്ടുള്ള കശ്യപ പ്രജാപതിയായിരുന്നു. പിന്നെയോ യശസ്വിനി കൗസല്യോ ദേവമാതാ അതിഥിച്ച ദേവമാതാവായ അതിഥിയുമായിരുന്നു. അതായത് ഇവരുടെ പൂർവ്വജന്മം പറയുകയാണ് ദശരഥനോടെ, രാജാവേ അങ്കിപ്പോൾ ഓർമ്മയുണ്ടാവില്ല, ഈ ജന്മം നമുക്ക് കഴിഞ്ഞ ജന്മം ഓർമ്മയില്ല, പക്ഷേ ഇവർക്കൊക്കെ ഈ ജ്ഞാനചക്ഷുസ്സുണ്ടല്ലോ, അത് കാരണം അവർക്ക് അറിയാതൊക്കെ. അപ്പോൾ വസിഷ്ഠൻ പറയണ അങ്ങ് കഴിഞ്ഞ ജന്മം ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള കശ്യപ പ്രജാപതിയായിരുന്നു. കൗസല്യാദേവി അതിഥി ദേവമാതാവായിട്ടുള്ള അതിഥിയായിരുന്നു കഴിഞ്ഞ ജന്മം. അപ്പോൾ ഈ ജന്മം നിങ്ങൾ അങ്ങ് ദശരഥനായിട്ടും കൗസല്യ അതിഥിയായിരുന്ന കൗസല്യായിട്ടും ജന്മെടുത്തതാണ്. അതാണ് ത്വം തു പ്രജാപതി പൂർവം കശ്യപോ ബ്രഹ്മണസുത കൗസല്യാചാതിഥിർദേവമാതാ പൂർവം യശസ്വിനി. ഇനി അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും പറയാച്ചാൽ ഇതൊന്നും ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അതായത് ദശരഥനും കൗസല്യയും കശ്യപൻ്റെയും അതിഥിയുടെയും മറ്റൊരു ജന്മാന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല, രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ഭാഗവതത്തിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നത് വാമനൻ കഴിഞ്ഞാൽ, വാമനൻ ഓഫ് കോഴ്സ് കശ്യപൻ്റെ അതിഥിയുടെയും ദ്വാദശാദിത്യന്മാരിൽ 12ാമത്തെ ആദിത്യനാണല്ലോ നമ്മൾ. അത് 12ാമത്തെ ആദിത്യനായിട്ടാണ് കശ്യപൻ്റെ അതിഥിയുടെ മകനായിട്ട് വാമനൻ ജനിച്ചത്. ശരി, പക്ഷെ ഭാഗവതത്തിൽ പിന്നെ കശ്യപനും അതിഥിയും ജനിക്കണത് ആരായിട്ടാണ് അറിയോ? വസുദേവരും ദേവകിയായിട്ടാണ്. മൂന്നാമത്തെ ആദ്യം ഒരു ജന്മം, അതിൽ എന്താണ് എനിക്കിപ്പോൾ അതാ ഓർമ്മയില്ലയോ, ആദ്യത്തെ ജന്മത്തിലാണ് പ്രാർത്ഥിക്കണത് കശ്യപനാവണേൻ്റെ മുമ്പേ. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പൃശ്നിഗർഭനും സുതപസ്സും ആണ് ആദ്യം. എന്നിട്ട് പൃശ്നിഗർഭനും സുതപസ്സുമാണ് പൃശ്നിയും സുതപസ്സും ആണ് ആദ്യത്തെ ജന്മം. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ 3 പ്രാവശ്യം പറയും അങ്ങ് എൻ്റെ മകനായി ജനിക്കണം എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിക്കും. അപ്പോൾ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ പറയും ഞാൻ 3 പ്രാവശ്യം നിങ്ങളുടെ മക്കളായിട്ട് ഈ സെയിം കപ്പിളിൻ്റെ തന്നെ സെയിം ദമ്പതിമാരുടെ തന്നെ മക്കളായിട്ട് 3 പ്രാവശ്യം ജനിക്കാം എന്ന് പറഞ്ഞു. കാരണം ഇവർ 3 പ്രാവശ്യം പൃശ്നിയും സുതപസ്സും തപസ് ചെയ്തിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉടനെ പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ മകനായി ജനിക്കണം, ഞങ്ങളുടെ മകനായി ജനിക്കണം എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞപ്പോൾ 3 പ്രാവശ്യം മകനായി ആവണ്ടേ, ഇനിയിപ്പോൾ ഭഗവാൻ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ജന്മം പൃശ്നിയുടെയും സുതപസ്സിൻ്റെയും മകനായി പൃശ്നിഗർഭൻ,
രണ്ടാമത്തെ കശ്യപനും അതിഥിയായിട്ട് വാമനൻ, മൂന്നാമത്തെ വസുദേവരും ദേവകിയായിട്ട് കൃഷ്ണൻ എന്നാണ് ഭാഗവതത്തിൽ. പക്ഷേ ഇപ്പം രാമായണത്തിൽ എങ്ങനെയാ വെച്ചാൽ കശ്യപൻ്റെയും അതിഥിരെയും കഴിഞ്ഞാൽ പിന്നെ ദശരഥനും കൗസല്യായിട്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഓരോ പുരാണത്തിലും കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പം ഇതിൽ. അപ്പോൾ പറഞ്ഞു അങ്ങ് കഴിച്ചവനും, അതുകൊണ്ടാണ് ഇങ്ങനെയായിട്ടാൻ പറഞ്ഞു അല്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ മകനായി ജനിച്ചത്. ഇനി 15 ഭവന്തൗ തപ ഉഗ്രം വൈ തേ പാഥേ ബഹുവത്സരം അഗ്രാമ്യ വിഷയൗ വിഷ്ണു പൂജാധ്യാനൈക തത്പരൗ തഥാ പ്രസന്നോ ഭഗവാൻ വരദോ ഭക്തവത്സല. എന്താ പറഞ്ഞാൽ ഭവന്തൗ നിങ്ങൾ രണ്ടുപേരും അഗ്രാമ്യ വിഷയവും, അതായത് വലിയ അവർക്കങ്ങനെ ഈ പിന്നെ എന്താണ് റൊമാൻറ്റിക്കായിട്ടുള്ളൊരു ബന്ധമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാമമൊന്നും ആയിരുന്നില്ല. അതൊന്നും അങ്ങനെയല്ല. വിഷ്ണു പൂജാധ്യാനൈക തൽപര, അവർ പിന്നെ എന്താണ് പൂജയിൽ മാത്രം വളരെ തൽപരരായിട്ടിരുന്നിരുന്നവരായിരുന്നു. പിന്നെ ഈ ഉഗ്രം തപ തേ പാഥേ, ഉഗ്രമായ തപസ് ആചരിച്ചു. അപ്പോൾ ഭക്തവത്സല, ഭക്തന്മാരിൽ വാത്സല്യമുള്ള വരദ, ഇഷ്ടമുള്ള വരം കൊടുക്കുന്നവനായ ഭഗവാൻ പ്രസന്നായി. അതായത് കശ്യപനും അതിഥിയാവുമ്പോൾ നിങ്ങൾ വളരെയധികം തീവ്രമായിട്ടുള്ള തപസ് ചെയ്ത് ഭഗവാനെ ആരാധിച്ചു. നിങ്ങൾക്ക് സകാമായിട്ടുള്ളതോ അല്ലെങ്കിൽ കാമപൂർണ്ണമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വളരെയധികം തീവ്ര തപസ് അനുഷ്ഠിച്ചിട്ട് ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ പ്രസാദിച്ചു നിങ്ങൾക്ക്. എന്നിട്ടാണ് എന്താ 15 വായിച്ച് 16 പോവുക. ഭഗവാൻ പ്രസാദിച്ചു എന്ന് പറഞ്ഞത്, അതായത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭവന്തൗ തപ ഉഗ്രം വൈ തേ പാഥേ ബഹുവത്സരം അഗ്രാമ്യ വിഷയൗ വിഷ്ണു പൂജാധ്യാനൈക തത്പരൗ. വിഷ്ണു പൂജയിൽ മാത്രമേ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. തഥാ പ്രസന്നോ ഭഗവാൻ പ്രസാദിച്ചു. വരദോ ഭക്തവത്സല. പിന്നെയോ 16 വൃണീഷ്വ വരമിത്യുക്തേ ത്വം മേ പുത്രോ ഭവാമല ഇതി ത്വയാ യാചിതോസൗ ഭഗവാൻ ഭൂതഭാവന. വരം വൃണീഷ്വ. അപ്പോൾ ഭഗവാൻ പ്രസാദിച്ചു, പ്രത്യക്ഷപ്പെട്ടപ്പോൾ വരത്തെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. വരം വൃണീഷ്വ എന്ന് പറഞ്ഞു, വരത്തെ സ്വീകരിച്ചാലും. ഇതി ഉക്തേ എന്ന് പറഞ്ഞപ്പോൾ അമല, ഹേ ശുദ്ധ സ്വരൂപ, ത്വം അതായത് കശ്യപനായ അങ്ങ്, മേ പുത്രഭവ എൻ്റെ പുത്രനായി അങ്ങ് ജനിക്കണം എന്ന് പറഞ്ഞു കശ്യപൻ. എന്ന് ത്വയാ അങ്ങയാൽ ഭൂതഭാവന അസൗ ഭഗവാൻ യാചിത. ഇങ്ങനെ ലോകാനുഗ്രഹത്തിനായിട്ട് ഭഗവാനോട് പറഞ്ഞു. അതായത് എന്താണ്, കശ്യപനും അതിഥിയും വളരെ തീവ്രമായിട്ടുള്ള തപസ്സനുഷ്ഠിച്ച് ഭഗവാൻ പ്രസാദിച്ചപ്പോൾ വരം എന്താ വേണ്ട വെച്ചാൽ തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് എൻ്റെ മകനാവണമെന്ന് പറഞ്ഞു. ലോകത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് പുത്രനായി വരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. വൃണീഷ്വ വരമിത്യുക്തേ ത്വം മേ പുത്രോ ഭവാമല ഇതി ത്വയാ യാചിതോസൗ ഭഗവാൻ ഭൂതഭാവന. തഥേത്യുക്ത്വാദ്യ പുത്രസ്തേ ജാതോ രാമ സ ഏവ ഹി ശേഷസ്തു ലക്ഷ്മണോ രാജൻ രാമമേവാന്വപദ്യത. അതാണ് തഥാ ഇതി ഉക്ത്വ. അങ്ങനെ തഥാസ്തു എന്ന് പറഞ്ഞിട്ട് അദ്യ ഇപ്പോൾ സഹ ഏവ, ഇപ്പോൾ ആ ഭഗവാൻ തന്നെയാണ് തവ പുത്ര രാമജാത, അങ്ങയുടെ പുത്രനായിട്ടുള്ള രാമനായിട്ട് ജനിച്ചിരിക്കുന്നത്. രാജൻ, ഹേ രാജാവേ, ശേഷഹത്തു അതായത് ആര്, അനന്തൻ പാമ്പ്, ശേഷനാഗൻ, ലക്ഷ്മണൻ രാമമേവ രാമനെ തന്നെ അന്വപദ്യത അനുസരിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചു കശ്യപനായിട്ടിരിക്കുമ്പോൾ അപ്പം അങ്ങയുടെ മകനായി ഇപ്പോൾ ജനിച്ചു, കൂടെ അനന്തൻ പാമ്പും ലക്ഷ്മണനായിട്ട് ജനിച്ചു എന്ന് പറയുകയാണ്. എപ്പോഴും ലക്ഷ്മണൻ രാമനോട് ഒപ്പല്ലേ ഉണ്ടാവുള്ളൂ, അതിനുള്ള കാരണമാണ്. അപ്പോൾ ആദിശേഷൻ്റെ അംശാവതാരമാണ് ലക്ഷ്മണൻ. ഭഗവാൻ തന്നെ അംശാവതാരമാണ്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ അവതരിച്ച അംശാവതാരമല്ല, ഭഗവാൻ തന്നെ അവതരിച്ചതാണ് ശ്രീരാമൻ. ആൻഡ് ലക്ഷ്മണൻ്റെ അനന്തൻ്റെ ആദിശേഷൻ്റെ അവതാരമായിട്ട് ലക്ഷ്മണനും അങ്ങയുടെ മകനായിട്ട് ജനിച്ചു. നോക്കട്ടെ സമയം.
17 തഥേത്യുക്ത്വാദ്യ പുത്രസ്തേ ജാതോ രാമ സ ഏവ ഹി ശേഷസ്തു ലക്ഷ്മണോ രാജൻ രാമമേവാന്വപദ്യത. രാമനെ ഫോളോ ചെയ്തു. രാമൻ്റെ പിന്നാലെ ലക്ഷ്മണനും ആദിശേഷനും ലക്ഷ്മണനായിട്ട് ജനിച്ചു. പിന്നെയോ ജാതൗ ഭരതശത്രുഘ്നൗ ശംഖചക്രേ ഗദാഭൃത യോഗമായാപി സീതേതി ജാതാ ജനകനന്ദിനി. അതെന്തൊരു ബ്യൂട്ടിഫുള്ളാണെന്നറിയോ? അങ്ങ് ഇങ്ങോട്ട് പോന്നപ്പോൾ അങ്ങ് ഇവിടെ അങ്ങയുടെ അതായത് ഭഗവാൻ ദശരഥൻ്റെ മകനായിട്ട് ജനിക്കാനങ്ങോട്ട് പോന്നപ്പോൾ പിന്നാലെ ആദിശേഷൻ കൂടെ പോന്നു, ലക്ഷ്മണനായി ജനിച്ചു. പിന്നെ ആരാ വന്നത്? ഗദാഭൃതായ ഭഗവാന്റെ ശംഖവും ചക്രവും അവർക്കും പിരിഞ്ഞിരിക്കാൻ വയ്യ, ശംഖത്തിനും ചക്രത്തിനും. ഭരതശത്രുഘ്നമാരായിട്ടും ജാതവ് ജനിച്ചിരിക്കുന്നു. അതായത് ശംഖും ചക്രവും ഭരതനും ശത്രുഘ്നുമായി ജനിച്ചു. ആദിശേഷൻ ലക്ഷ്മണനായിട്ട് ജനിച്ചു. അങ്ങ് രാമനായിട്ട് ജനിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഉടനെ ആദിശേഷൻ ലക്ഷ്മണനായിട്ടും ശംഖ ചക്രങ്ങൾ ഭരതനായിട്ടും ശത്രുഘ്നായിട്ടും പിന്നെ ഒരാളെ മായ പ്രകൃതി മൂലപ്രകൃതി ഭഗവാന്റെ ശക്തിയായിട്ടുള്ള മായ യോഗമായ ആരായിട്ട്? സീതയായിട്ടും. നോക്കൂ, യോഗമായ അഭി യോഗമായും ജനകനന്ദിനി സീത ഇതി ജാത. ജനകൻ്റെ നന്ദിനി പറഞ്ഞ മകള്, ജനകൻ്റെ മകള സീതയായിട്ട് മൂലപ്രകൃതി അല്ലെങ്കിൽ യോഗമായും ജനിച്ചു. അതാണ് ഉണ്ടായത് പറയണം. അതായത് ഈ ഗദാധരനായിട്ടുള്ള വിഷ്ണു ഭഗവാന്റെ ശംഖം ചക്രവും ഭരതനും ശത്രുഘ്നുമായിട്ട് അങ്ങയുടെ മക്കളായി ജനിച്ചു. ഭഗവാനെ ഒരിക്കലും മാറിയിരിക്കാൻ ഇഷ്ടപ്പെടാത്ത യോഗമായ ഭഗവാന്റെ തന്നെ ശക്തിയായിട്ടുള്ള മായ സീതയായി എന്ന പേരോടുകൂടി ജനകൻ്റെ മകളായിട്ട് മിഥിലയിലും ജനിച്ചു. അതാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇവരെല്ലാം നാലാളും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വസിഷ്ഠൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ നിർത്താം. അതായത് കശ്യപനും അതിഥിയും വളരെയധികം തീവ്ര തപസ് ചെയ്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട എന്താണ് വരം വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് ഞങ്ങളുടെ മകനാവണമെന്ന് പറഞ്ഞു. അതൊന്നും അങ്ങക്ക് ഓർമ്മയില്ല, ദശരഥനിപ്പോൾ ഓർമ്മയില്ല, പക്ഷെ ഞാൻ പറഞ്ഞു തരികയാണ്. എൻ്റെ ജ്ഞാനചക്ഷുസ് കൊണ്ട് ഞാനത് കണ്ടിട്ടുണ്ട്. അങ്ങനെ മകനാവാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മകവനാവാമെന്ന് വരം നൽകി. ആ വരം സത്യമാക്കാൻ വേണ്ടിയിട്ട് ദാ ഇപ്പോൾ ആ സച്ചിദാനന്ദ സ്വരൂപം തന്നെയായിട്ടുള്ള പരമാത്മാവ് അങ്ങയുടെ മകനായിട്ടുള്ള രാമനായിട്ട് കൗസല്യാദേവിയിൽ ജനിച്ചു. ഉടനെ തന്നെ ആദിശേഷൻ അങ്ങയുടെ മകനായിട്ട് സുമിത്രയുടെ വയറ്റിൽ ജനിച്ചു. മാത്രമല്ല ശംഖും ചക്രവും അങ്ങയുടെ മക്കൾ തന്നെയായിട്ട് കൈകേയിയിലും സുമിത്രയിലും ജനിച്ചു, ഭരതനും ശത്രുഘ്നായിട്ട്. അതാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇതൊന്നും സാധാരണ മക്കളല്ല, എല്ലാം ഭഗവാൻ തന്നെയാണ് ഇവിടെ വന്ന് ജനിച്ച 4 പേരും. അതിലത്തെ അങ്ങക്ക് ഏറ്റവും പ്രിയമുള്ള ശ്രീരാമൻ ആ സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ്. ലക്ഷ്മണൻ ആദിശേഷനാണ്, ഭരതൻ ശംഖാണ്, ശത്രുഘ്നൻ ചക്രാണ് എന്നുള്ള രഹസ്യം, ദേവന്മാർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം ഇപ്പോൾ വസിഷ്ഠൻ ദശരഥനോട് പറഞ്ഞു. അത് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. അപ്പം ഞാൻ 18 വായിച്ച് നിർത്താം. ജാതൗ ഭരതശത്രുഘ്നൗ ശംഖചക്രേ ഗദാഭൃത യോഗമായാപി സീതേതി ജാതാ ജനകനന്ദിനി. മാത്രമല്ല യോഗമായ സീതയായിട്ട് മിഥിലയിലും ജനിച്ചിരിക്കുന്നു. അതിപ്പോൾ അങ്ങനെക്കറിയില്ല. അങ്ങനെ അതും അവിടെയും ജനിച്ചിരിക്കുന്നു. അതായത് ഭഗവാന്റെ അവതാരോദ്ദേശം നടപ്പിലാക്കാൻ സഹായിക്കാനാണ് ഭരതനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും സീതാദേവിയും അല്ലെങ്കിൽ മായയായിരുന്ന യോഗമായ തന്നെയായ സീതാദേവി ഒക്കെ ജന്മെടുത്തിരിക്കണം. അതിനാണ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.